അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പ്രഭുവിൻ്റെ ഭാര്യയുടെ പേര് ഖുർആനിൽ പറയുന്നില്ല. പക്ഷേ സുലൈഖ എന്ന പേരിൽ പല ഗ്രന്ഥങ്ങളിലൂടെയും കഥാവിവരണങ്ങളിലൂടെയും പാട്ടുകളിലൂടെയുമൊക്കെ നാം അവളെക്കുറിച്ച് കേൾക്കാറുണ്ടല്ലോ. അതുകൊണ്ട് നമ്മുടെ കഥാവിവരണത്തിനും സൗകര്യമാവും എന്നതുകൊണ്ട് സുലൈഖ എന്നായിരിക്കും പ്രഭുപത്നിയെക്കുറിച്ച് ഇനി നമ്മുടെ ക്ലാസ്സിൽ പറയുക. സുലൈഖ യൂസുഫിനോട് ചെയ്ത തെറ്റിൻ്റെ പേരിൽ നാട്ടിലെ ചില പെണ്ണുങ്ങൾ അവളെ ആക്ഷേപിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്നു എന്ന വിവരം അവൾ കേട്ടറിഞ്ഞു. പെണ്ണുങ്ങൾക്ക് ഇക്കാര്യത്തിൽ സതുദ്ദേശ്യമല്ല ഉള്ളതെന്ന് സുലൈഖ മനസ്സിലാക്കി. തനിക്കെതിരെ കിട്ടിയ അവസരം ഉപയോഗപ്പെടുത്തുകയാണ് ഈ പെണ്ണുങ്ങൾ. കാര്യം ശരിക്ക് മനസ്സിലാക്കാതെയാണ് അവർ ഇങ്ങനെ പറഞ്ഞു നടക്കുന്നത്. അവർ യൂസുഫിനെ കണ്ടിട്ടില്ലല്ലോ, യൂസുഫിൻ്റെ സൗന്ദര്യവും അവർ കണ്ടിട്ടില്ല. എൻ്റെ സ്ഥാനത്ത് അവരായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു എന്ന് യൂസുഫിനെ നേരിൽ കാണുമ്പോൾ അവർ മനസ്സിലാക്കും. അതവർക്ക് മനസ്സിലാക്കി കൊടുക്കുക തന്നെ വേണമെന്ന് സുലൈഖ തീരുമാനിച്ചു. അങ്ങനെ തന്നെക്കുറിച്ച് ആക്ഷേപം പറഞ്ഞു നടക്കുന്ന നാട്ടിലെ കുലീനരായ സ്ത്രീകളെ അവൾ ഒരു സൽക്കാരത്തിന് ക്ഷണിച്ചു. ഇവിടെ സ്ത്രീകൾ എന്ന് പറയുമ്പോൾ ഒരുപാട് സ്ത്രീകളുണ്ടായിരുന്നു എന്നൊന്നും നാം മനസ്സിലാക്കരുത്. 5ഓളം സ്ത്രീകളാണ് അവരുണ്ടായിരുന്നത് എന്നാണ് കരുതപ്പെടുന്നത്. ഏതായാലും സുലൈഖ അവർക്ക് വേണ്ടി ഒരു സൽക്കാരം ഒരുക്കി. അന്നത്തെ രീതി അനുസരിച്ച് വലിയ വീടുകളിലൊക്കെ അതിഥികളെ സൽക്കരിക്കുമ്പോൾ ദീർഘനേരം സംസാരിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ചാരുമഞ്ചങ്ങളും അതുപോലെ പഴവർഗ്ഗങ്ങൾ ആവശ്യാനുസാരം മുറിച്ചെടുക്കാനുള്ള കത്തിയുമൊക്കെ ഒരുക്കി വെക്കുമായിരുന്നു. ഇങ്ങനെ ഒരുക്കങ്ങൾ നടത്തി പ്രഭുവിൻ്റെ ഭാര്യ തൻ്റെ പരിചയക്കാർ കൂടിയായ ആ പെണ്ണുങ്ങളെ സൽക്കാരത്തിന് വിളിച്ചു. അങ്ങനെ അവർ ചാരുമഞ്ചങ്ങളിൽ ചാരിയിരുന്ന് സൊറ പറഞ്ഞ് വെടി പറഞ്ഞിരിക്കുമ്പോൾ, കത്തി കൊണ്ട് പഴങ്ങൾ മുറിച്ച് തിന്നിരിക്കുമ്പോൾ അവർക്കിടയിലേക്ക് യൂസുഫിനെ സുലൈഖ പറഞ്ഞയച്ചു. പെട്ടെന്ന് യൂസുഫിനെ കണ്ടപ്പോൾ ആ പെണ്ണുങ്ങൾ വിസ്മയിച്ചു പോയി. അതുവരെ അവർ യൂസുഫിനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. യൂസുഫിനെ പോലെ സുന്ദരനായ ഒരു മനുഷ്യനെ ആദ്യമായിട്ടാണ് അവർ കാണുന്നത്. യൂസുഫിനെ കുറിച്ച് പ്രഭുവിൻ്റെ വീട്ടിലെ ഒരു വേലക്കാരൻ എന്ന സങ്കല്പം മാത്രമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. യൂസുഫിനെ കണ്ട സമയത്ത് അവർ പഴം മുറിക്കുകയായിരുന്നു. അദ്ദേഹത്തെ കണ്ട് വിസ്മയിച്ചു പോയപ്പോൾ അവർ കയ്യിലിരുന്ന കത്തി കൊണ്ട് തങ്ങളുടെ കൈകൾക്ക് മുറിവേൽപ്പിച്ചു. അവർ ആശ്ചര്യത്തോടെ വിളിച്ചു പറഞ്ഞു, ഇതൊരു മനുഷ്യനാവാൻ തരമില്ല, ഇതൊരു മാലാഖ തന്നെയാണ്. ഇക്കാര്യങ്ങളാണ് ഇന്ന് പഠിക്കുന്ന 31-ാമത്തെ ആയത്തിൽ പറയുന്നത്. فلما سمعت بمكرهن أرسلت إليهن وأعتدت لهن متكئا وآتت كل واحدة منهن سكينا وقالت اخرج عليهن فلما رأينه أكبرنه وقطعن أيديهن وقلن حاش لله ما هذا بشرا إن هذا إلا ملك كريم. ഫലമ്മാ സമിഅത്ത് ബിമക്രിഹിന്ന, അവരുടെ ഗൂഢതന്ത്രത്തെക്കുറിച്ച് അവൾ കേട്ടറിഞ്ഞപ്പോൾ, പട്ടണത്തിലെ പെണ്ണുങ്ങൾ യൂസുഫുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ തന്നെക്കുറിച്ച് ആക്ഷേപം പറഞ്ഞു നടക്കുന്ന വിവരം പ്രഭുവിൻ്റെ ഭാര്യ കേട്ടറിഞ്ഞപ്പോൾ, ഇവിടെ പെണ്ണുങ്ങൾ സുലൈഖക്കെതിരെ പറഞ്ഞു നടക്കുന്നതിനെ മക്ർ, ഗൂഢതന്ത്രം, കുതന്ത്രം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഒരു വിഷയം പറയുമ്പോൾ അതിനുള്ളിൽ ഗൂഢമായ മറ്റൊരു ഉദ്ദേശം ഒളിപ്പിച്ചു വെക്കുന്നതിനാണ് മക്ർ, കുതന്ത്രം എന്ന് പറയുന്നത്. ഇവിടെ സുലൈഖക്കെതിരെ പെണ്ണുങ്ങൾ ആക്ഷേപം പറഞ്ഞ് നടക്കുന്നതിനെ മക്ർ എന്ന് വിളിക്കുന്നത് അവളോടുള്ള അസൂയ കാരണം അവളെ അവഹേളിക്കുകയും അതിൽ സന്തോഷം കണ്ടെത്തുകയും ചെയ്യുക എന്ന ഗൂഢ ഉദ്ദേശത്തോടു കൂടിയാണ് അവളുടെ പരിചയക്കാരും ഉയർന്ന കുടുംബത്തിൽപ്പെട്ടവരുമായ പെണ്ണുങ്ങൾ ഇത് പറഞ്ഞു നടക്കുന്നത് എന്നതുകൊണ്ടാണ്. ഇങ്ങനെ ഗൂഢ താല്പര്യത്തോടെ തനിക്കെതിരെ പറഞ്ഞു നടക്കുന്നവർക്കിട്ട് ഒരു പണി കൊടുക്കാൻ തന്നെ സുലൈഖ തീരുമാനിച്ചു. അർസലത്ത് ഇലൈഹിന്ന, അവരിലേക്ക് അവൾ അയച്ചു. ആ പെണ്ണുങ്ങളെ സൽക്കാരത്തിന് ക്ഷണിക്കാൻ വേണ്ടി സുലൈഖ ദൂതന്മാരെ അയച്ചു എന്നാണ് ഈ പറഞ്ഞതിൻ്റെ ഉദ്ദേശ്യം. വഅഅത്തദത് ലഹുന്ന മുത്തക്കഅൻ, അവൾ അവർക്ക് വേണ്ടി ചാരിയിരിക്കാനുള്ള ചാരുമഞ്ചങ്ങൾ ഒരുക്കി. അതിഥികൾക്ക് ചാരിയിരുന്ന് സൊറ പറഞ്ഞ് ഭക്ഷണം കഴിക്കാൻ ചാരിയിരിക്കാൻ പറ്റിയ സോഫകൾ പോലെയുള്ള മഞ്ചങ്ങൾ അവൾ ഒരുക്കി. അന്നത്തെ വലിയ വീടുകളിൽ നടന്നു വന്നിരുന്ന രീതിയാണിത്. അങ്ങനെ ആ പെണ്ണുങ്ങൾ അതിഥികളായി എത്തിയപ്പോൾ ആത്തത്തെ കുല്ല വാഹിദത്തിൻ മിൻഹുന്ന സിക്കീനൻ, ആ പെണ്ണുങ്ങൾ ഓരോരുത്തരുടെയും കയ്യിൽ ഓരോ കത്തിയും സുലൈഖ കൊടുക്കുകയും ചെയ്തു.
ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഭാഗമായി ഫ്രൂട്ട്സ് മുറിച്ച് കഴിക്കാനും മറ്റുമായിട്ട് ഇങ്ങനെ കത്തി നൽകുന്നതും വലിയ വീടുകളിലെ സൽക്കാരത്തിൻ്റെ രീതികളിൽ പെട്ടതായിരുന്നു. ഇന്നത്തെ കാലത്ത് പാശ്ചാത്യർ ഫോർക്കും കത്തിയും സ്പൂണുമൊക്കെ ഭക്ഷണം കഴിക്കാനായി ഉപയോഗിക്കുന്നത് പോലെ അന്ന് വലിയ ഫാമിലികളിൽ നിലനിന്നിരുന്ന ഒരു രീതിയായിരിക്കണം ഇത്. വക്കാലത്ത് ഖുറുജ് അലൈഹിന്ന, അവൾ പറഞ്ഞു, നീ ആ പെണ്ണുങ്ങളുടെ ഇടയിലേക്ക് കടന്നു ചെല്ലുക. സുലൈഖ യൂസുഫിനോട് കൽപ്പിച്ചു, നീ ആ പെണ്ണുങ്ങൾ ഭക്ഷണം കഴിച്ച് സൊറ പറഞ്ഞിരിക്കുന്ന സദസ്സിലേക്ക് കടന്നു ചെല്ലുക. യൂസുഫ് അവളുടെ കൽപ്പന പ്രകാരം അങ്ങോട്ട് കടന്നു ചെന്നു. ഫലമ്മ റഅയ്നഹു അക്ബർനഹു, അവർ ആ പെണ്ണുങ്ങൾ അവനെ കണ്ടപ്പോൾ അമ്പരന്നു പോയി. ആ പെണ്ണുങ്ങൾ യൂസുഫിനെ കണ്ടപ്പോൾ അമ്പരന്നു പോയി. ഇവനൊരു വല്ലാത്ത സംഭവം തന്നെയാണ് എന്ന് തോന്നി അമ്പരന്ന് തരിച്ചിരുന്നു പോയി ആ പെണ്ണുങ്ങൾ എന്നാണ് അക്ബർനഹു എന്നതിൻ്റെ അർത്ഥം. ഭാഷയിൽ അവർക്ക് അവനെ വലുതായി തോന്നി എന്നാണ് അർത്ഥം. അതായത് മുമ്പ് അവർ അവരുടെ മനസ്സിൽ നിസ്സാരനായ ഒരു വേലക്കാരനായിട്ടാണല്ലോ യൂസുഫിനെ സങ്കല്പിച്ചിരുന്നത്. പക്ഷേ നേരിൽ കണ്ടപ്പോൾ ആ സങ്കല്പത്തിനപ്പുറം അവൻ അവരെ അമ്പരപ്പിക്കുന്നത്ര വലുതായി അവർക്ക് തോന്നി. വഖത്തഅന ഐദിയഹുന്ന, അവർ അവരുടെ കൈകൾ മുറിക്കുകയും ചെയ്തു. യൂസുഫിനെ കണ്ടപ്പോൾ അമ്പരന്നു പോയി. അവരറിയാതെ കയ്യിലുള്ള കത്തി കയ്യിൽ തട്ടി മുറിവേൽക്കുകയുണ്ടായി എന്നാണ് ഇതിന് പൊതുവായി നൽകപ്പെടുന്ന വ്യാഖ്യാനം. കൂടുതൽ മുഫസ്സിറുകളും ആ വ്യാഖ്യാനം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ വ്യത്യസ്തമായ മറ്റൊരു വ്യാഖ്യാനം കൂടി പറയപ്പെടുന്നുണ്ട്. ആ പെണ്ണുങ്ങൾ കൈകൾ മുറിച്ചു, അല്ലെങ്കിൽ കൈകളിൽ മുറിവുണ്ടാക്കി എന്നാണ് വഖത്തഅന ഐദിയഹുന്ന എന്ന് പറഞ്ഞാൽ അർത്ഥം. യൂസുഫിനെ കണ്ട് അവരും സുലൈഖയെ പോലെ യൂസുഫിനെ മോഹിക്കുകയും അങ്ങനെ യൂസുഫിനെ വശീകരിക്കാൻ അവരും ശ്രമിക്കുകയും ചെയ്തിരിക്കാം. എന്നാൽ യൂസുഫ് വഴങ്ങുന്നില്ലെന്ന് വന്നപ്പോൾ യൂസുഫ് വഴങ്ങിയില്ലെങ്കിൽ തങ്ങൾ സ്വന്തം ശരീരത്തെ അപകടത്തിലാക്കും, തങ്ങൾ ആത്മഹത്യ ചെയ്യുമെന്നൊക്കെ അവർ ഭീഷണിപ്പെടുത്തുകയും ആ ഭീഷണിയുടെ മുന്നോടിയായി അവർ സ്വന്തം കൈകൾ മുറിച്ച് ആത്മഹത്യാ ഭീഷണി മുഴക്കിയതുമാവാമെന്ന് കരുതാമെന്നതാണ് ഈ വ്യാഖ്യാനം. ഈ വ്യാഖ്യാനത്തെ ബലപ്പെടുത്തുന്ന പ്രതികരണങ്ങൾ തുടർന്നുള്ള ആയത്തിലും അതുപോലെ വരാനിരിക്കുന്ന 50-51 ആയത്തുകളിലും നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഈ പെണ്ണുങ്ങൾ ഏതൊരു മ്ലേച്ഛവൃത്തിയിലേക്കാണോ തന്നെ വിളിക്കുന്നത് അതിനേക്കാൾ നല്ലത് എനിക്ക് ജയിലിൽ പോകുന്നതാണ് എന്ന് യൂസുഫ് നബി പറയുന്നുണ്ട്. അതുപോലെ സ്വന്തം കൈകൾ മുറിച്ച ആ മോശക്കാരായ സ്ത്രീകളുടെ നിലപാട് എന്താണെന്ന് ചോദിക്കുക, അവർ നിലപാട് മാറ്റിയിട്ടുണ്ടോ എന്നറിയാതെ ഞാൻ ജയിൽ വിട്ടു വരികയില്ല എന്ന് രാജാവിനെ അറിയിക്കുക എന്നും യൂസുഫ് പറയുന്ന ഒരു രംഗം വരാനിരിക്കുന്നുണ്ട്. ആ സന്ദർഭത്തിൽ ആ പെണ്ണുങ്ങളെ വിളിച്ചുകൊണ്ട് രാജാവ് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ യൂസുഫിനെ വശീകരിക്കാൻ ശ്രമിച്ചതിൻ്റെ അവസ്ഥ എന്തായിരുന്നു എന്ന്. ഇതിൽ നിന്നൊക്കെ ആ പെണ്ണുങ്ങളും സുലൈഖയെ പോലെ യൂസുഫിനെ വശീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വഖുൽന ഹാശലില്ല, അവർ പറഞ്ഞു, പടച്ചോനെ, അത്ഭുതത്തോടു കൂടി അവർ യൂസുഫിനെ കണ്ടപ്പോൾ വിളിച്ചു പറഞ്ഞതാണ്, പടച്ചോനെ, ഇതെന്തൊരു വിസ്മയം, മാ ഹാദാ ബശറൻ, ഇതൊരു മനുഷ്യനേ അല്ല, ഇൻ ഹാദാ ഇല്ലാ മലക്കുൻ കരീം, ഇത് ഉന്നതനായ ഒരു മാലാഖ തന്നെയാണ്. ഈ രൂപവും ഭാവവും സൗന്ദര്യവുമൊന്നും ഒരു മനുഷ്യന് കിട്ടുകയില്ല, ഒരു മാലാഖക്ക് മാത്രമേ കിട്ടുകയുള്ളൂ എന്നാണ് അവർ യൂസുഫിനെ വിശേഷിപ്പിച്ചുകൊണ്ട് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.